ഹലോ, ഇന്ന് ഞാൻ വിഷരഹിത പച്ചക്കറി വെച്ചുള്ളൊരു കറി ഉണ്ടാക്കാൻ പോവാം. ചേമ്പിൻ്റെ താള്, കറുത്ത ചേമ്പില്ലേ, അതിൻ്റെ വലിയ തൊണ്ടുണ്ട്, ഞാൻ ചെറുതാണ് എടുത്തത്. ഇത് ഞാൻ ചാറുകറി വെക്കാൻ പോവാം. തേങ്ങ വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച്. മഴക്കാലമൊക്കെ അല്ലേ, ഇനി ഇടവം മിഥുനം കർക്കിടകം 3 മാസം ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം ഞാനിത് കണ്ടിച്ചെടുത്തുകൊണ്ട് വന്നു. പിന്നെ ഒരു ചുണ്ട് പൊടിച്ചുകൊണ്ട് വന്നു. ഇത് തോരൻ വെച്ചാക്കാമല്ലോ എന്ന് വെച്ച് വൻപയറിട്ട് ഇത് തോരൻ വെക്കാം, ഇത് ചാറ് കറി വെക്കാം. അപ്പം ഞാനിത് അരിഞ്ഞൊക്കെ എടുക്കട്ടെ. ഒരു സവാളയുടെ പകുതി, പച്ചമുളക്, കറിവേപ്പില എല്ലാം അരിഞ്ഞെടുത്തു. ചേമ്പിൻ്റെ താളും നീളത്തിലരിഞ്ഞ് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ചീനിച്ചട്ടി അടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ താള് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇത് തോരൻ വെക്കുന്ന ചേമ്പാണ്, അതിൻ്റെ താള എടുത്തിരിക്കുന്നത്. ഈ താള് തോരൻ വെക്കാൻ നല്ലതാണ്, ചൊറിയത്തൊന്നുമില്ല. എൻ്റെ ആ പുറത്തെ കറുത്ത പാട കുറച്ചൊക്കെ പോയുള്ളൂ, പൊളിച്ച് പോന്നൊക്കെ എടുത്ത് കളയാം. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഫൈബറല്ലേ, നല്ലതാണ്. ഇത് വഴലട്ടെ. ഇനി തേങ്ങ വറുത്തരയ്ക്കണം, ഒന്ന് വേഗട്ടെ. താള് എണ്ണയിൽ വഴന്നു വെന്ത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം കുടംപുളി ഇട്ട് തിളപ്പിച്ചെടുക്കണം. കുടംപുളി ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിക്കാം. ഉടൻ തന്നെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റണം. ഇത് തിളച്ച് കഴിഞ്ഞ് മൺചട്ടിയിലേക്ക് ഒഴിക്കാം. ഇനി തേങ്ങ വറുത്തരച്ച് ചേർത്താൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെന്തു. തേങ്ങ ഞാനിവിടെ വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ വറക്കണം. ഇതിന് അളവൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ആവശ്യത്തിന് എടുക്കാം. അപ്പം ഞാനതിനെയും വറുത്തരയ്ക്കട്ടെ. ഇതിവിടെ തിളയ്ക്കട്ടെ. തേങ്ങ മൂത്തു. ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ മതി, പച്ചമുളക് ഇട്ടായിരുന്നല്ലോ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും ചേർത്തൊന്ന് ഇളക്കി അരച്ചെടുക്കാം. കുടംപുളി ഇട്ട് തിളച്ചതിന് ശേഷം ഞാൻ മൺചട്ടിയിലേക്ക് ഇത് പകർന്നു. ഇനിയിപ്പം അരപ്പ് ചേർക്കാം. വറുത്തരച്ചതിനോടെ കൊണ്ട് വെച്ചു. പിന്നെ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തൊന്ന് തിളച്ചാൽ മതി. തിളച്ച് കടുക് താളിച്ചാൽ നമ്മുടെ താഴ്ത്തിയലിവിടെ റെഡിയാവും. നമ്മൾ ഇടവം മിഥുനം കർക്കിടകം ഈ 3 മാസം ഇതുപോലെയുള്ള പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗിച്ച് കറി ഉണ്ടാക്കണം. എല്ലാവരും കർക്കിടകത്തിൽ മാത്രമല്ലേ കർക്കിടക കഞ്ഞി എന്ന് പറയും. അതിന് മുമ്പ് നമ്മൾ തുടങ്ങണം, മിഥുനമാസത്തിലൊക്കെ തുടങ്ങണം. അപ്പം ഞാൻ ചേർക്കട്ടെ.
താഴ്ത്തീയലിവിടെ ഞാൻ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളയ്ക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി കടുക് താളിച്ചാൽ മതി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് താഴ്ത്തീയൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ പറമ്പിലും വീട്ട് വളപ്പിലൊക്കെ ചേമ്പൊക്കെ എല്ലാവരും നട്ടുപിടിപ്പിക്കുമല്ലോ. അതെടുത്ത് കറി വയ്ക്കൂ. കുടംപുളി ഇട്ടു. ചൊറിയത്തൊന്നുമില്ല എങ്കിലും ഞാനൊന്നും ഇട്ടു. കുടംപുളി അതിന് നല്ലത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ താഴ്ത്തീയലിവിടെ റെഡിയായി. ഇനി കടുക് താളിച്ച് ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് തിള വരട്ടെ. കടുക് താളിച്ചത് നമുക്ക് കറിക്കകത്തേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ താഴ്ത്തീയൽ ഇവിടെ റെഡിയായി. ഇതിരിക്കുമ്പം കുറച്ചും കൂടെ കുറുകും. ഇപ്പം തന്നെ കുറുകിയായിരിക്കുന്നത് കണ്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഓക്കെ ബൈ. ഞാൻ ചോറുണ്ണാൻ എടുക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. കടുക് താളിച്ചൊഴിച്ചു. നമ്മുടെ താഴ്ത്തീയൽ ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണേ. ഈ കറി മാത്രം മതി ചോറിന്, വേറെ ഒന്നും ആവശ്യമേ ഇല്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.